സോണി ടിവിയിൽ മറ്റേ വിഘ്നഹർത്ത ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. പിന്നെ കൃഷ്ണന്റെ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പഴയ കാലത്തെ ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഞാൻ അമ്മേനെ അച്ഛനെയൊക്കെ മാതാശ്രീ പിതാശ്രീ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ഈ ഡിവോഷണൽ സോങ്സ് ഒരുപാട് നമ്മൾ പാടിയിട്ടില്ലേ? ഉണ്ട്. മനോരമ മ്യൂസിക്കിന് വേണ്ടിയിട്ട് കൊറേ പാടിയിട്ടുണ്ട്. ഏതൊക്കെ പാട്ട്, ആർക്കൊക്കെ ഏതൊക്കെ പാട്ടാ പാടിക്കുന്നത്? അലൈപ്പായുധേ, എന്നതവം, മഹാഗണപതം, മാനസ സഞ്ചരരെ, പിന്നെ കന്നഡയില് മൂകാംബിക ദേവിയുടെ ഒരു പാട്ട് പാടി, അയ്യപ്പന്റെയും പാടി, ഭാഗ്യാദലക്ഷ്മി ഭരമ, ഐഗിരി നന്ദിനി, ഭോശംഭോ. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയല്ലേ, എന്നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ടോപ്പ് സിംഗർ അടുത്ത ഇതിലേക്ക് സെലക്ട് ആയി, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. അന്ന് സെലക്ഷൻ ചെയ്ത് കൊടുത്ത പാട്ട് ഏതായിരുന്നു? പാടിക്കൊടുത്ത പാട്ട് മഞ്ഞണിപ്പൂനിലാവ്. മഞ്ഞളി. ഓ, എനിക്ക് വയ്യ പാട്ട്. പിന്നെ തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്. എല്ലാം പഴയ പാട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെ ഓഡീഷന് പോയി. പിന്നെ അന്ന് ആ ഫസ്റ്റ് ഓഡീഷനിൽ തന്നെ ആ മറ്റേ തമ്പ്രാൻ തൊടുത്തത് മലരമ്പിലും മറ്റേ ചങ്ങല കിലുക്കം കേൾക്കുമ്പോൾ ചങ്കിനകത്തൊരു പെടപെടപ്പ്, ആ സംഭവം ഭയങ്കര വൈറലായി. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു ഇഷ്ടമായി. പിന്നെ പാട്ടുകൾ വന്നു. അപ്പൊ അന്ന് എനിക്ക് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നാൽ മതി. ഇപ്പഴാണേലും അമ്മയൊക്കെ ആണെങ്കിലും നല്ലപോലെ പാടുകയാണെങ്കിൽ ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. ഇത്തവണ കലോത്സവത്തിന് അമ്മ ശരിക്കും പറഞ്ഞതാ, നീ ഫസ്റ്റ് വാങ്ങുകയാണെങ്കിൽ നിനക്ക് ഐസ്ക്രീം വാങ്ങിത്തരാം. എനിക്ക് ഇത്തവണ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റും സ്റ്റേറ്റില് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റും ക്ലാസിക്കലിന് സെക്കൻഡും കിട്ടി. അന്ന് അവിടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് അവിടെ തന്നെ കടയിൽ പോയി ഐസ്ക്രീം കൊറേ തിന്നു. ഇപ്പൊ അങ്ങനെ വലിയതായിട്ടില്ല, അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില സമയത്ത് പനിയുള്ള സമയത്ത് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ട ശരിയാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്, ഓപ്പോസിറ്റ് റിയാക്ഷനാ ചില സമയത്ത്. അപ്പൊ അങ്ങനെ അപ്പോ MJ സാർ എനിക്ക് ഈ വലിയ ഐസ്ക്രീം കൊണ്ടുവന്ന് തരുമ്പോ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ നക്കിയെടുത്തു. അത് ഞാൻ ഓർത്ത് ആരും കണ്ടില്ലാന്ന്, പക്ഷെ സിത്താരാൻറ്റി കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു, ഭയങ്കര കൂട്ടായിരുന്നു. MJ സാർ ആണെങ്കിലും അതെ, MG സാർ ആണേലും അതെ, സിത്താരാൻറ്റി ആണേലും അതെ. പിന്നെ വിധുചേട്ടൻ, മധു അങ്കിൾ, അനുരാധ ആന്റി, പിന്നെ ഇടയ്ക്ക് മറ്റേ ശക്തിശ്രീ മാം വന്നിട്ടുണ്ടായിരുന്നു, ജോത്സ്ന ആന്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുമായിട്ട് ഭയങ്കര അന്നത്തെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അന്നത്തെ ആ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾക്ക് ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അതിലിപ്പോ അങ്ങനെ വലിയതായിട്ടൊന്നും എല്ലാവരും പഠിക്കണേന്റെയും കൂടി അതില് എല്ലാവർക്കും തിരക്കുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ഒക്കെ ഇടും, വിളിക്കും. അങ്ങനെ അടുത്തൊന്നും കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ മാസം ഒന്നും എല്ലാരെയും കണ്ടു. പിന്നെ ഇടയ്ക്ക് ഫ്ലവേഴ്സിൽ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സിൽ പോവായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല തീരെ, ഈ വർഷമാണ് പിന്നെ പോയത്. കഴിഞ്ഞ വർഷം ഞാൻ ഡുവറ്റ് റൗണ്ടിന് മാത്രമേ പോയുള്ളൂ. പിന്നെ ഫിനാലയുടെ സമയത്തൊക്കെ വിളിച്ചപ്പോ പോകാൻ പറ്റിയില്ല, എക്സാം ആയിരുന്നു എനിക്ക്. അപ്പൊ അതുകൊണ്ട് പോയില്ല. ഇതിപ്പോ ഫസ്റ്റ് ടോപ്പ് സിംഗർ, അടുത്ത റിയാലിറ്റി ഷോ ഏതായിരുന്നു? പിന്നെ സൂപ്പർ സ്റ്റാർ സിംഗറിൽ പോയി, ഹിന്ദിയിൽ സോണി ടിവിയില്. അത് ഭയങ്കര ഒരു നാഷണൽ സ്റ്റേജ് അല്ലേ? അത് ഭയങ്കര ഒരു അതിന്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഹിന്ദിയൊക്കെ എങ്ങനെ? ഹിന്ദി എനിക്ക് ഡിവോഷണൽ സീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ലോക്ക്ഡൌണിന്റെ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ എന്താ പഠിക്കുക, വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പഠിക്കാനാണ് ഞാൻ അന്നൊക്കെ ക്ലാസ് ഇരുന്ന് തന്നെ പഠിക്കായിരുന്നു. അപ്പോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം രാത്രി ഞാൻ രാത്രി
എത്ര നേരം വരെ ഇരിക്കും. പക്ഷെ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് മറ്റേ സോണി ടിവിയിൽ മറ്റേ വിഘ്നഹർത്ത ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. പിന്നെ കൃഷ്ണന്റെ വരുമായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പഴയ കാലത്തെ ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഞാൻ അമ്മേനെ അച്ഛനെയൊക്കെ മാതാശ്രീ പിതാശ്രീ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നേ. പിന്നെ മറ്റേ ഗുരുമ അത് ഇങ്ങനെ അത് അപ്പൊ തന്നെ സ്പോട്ടിൽ പറഞ്ഞല്ലേ ചോദിച്ചപ്പോ. എനിക്ക് ഈ പുതിയ ഹിന്ദി ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ പറയാൻ തുടങ്ങി. അതുവരെ മറ്റേ പഴയ, അന്ന് ഞാൻ കൂടുതലും ഈ ഷോസ് ഒക്കെ കണ്ടിട്ട് അതിൽ ഈ പഴയ ഡിക്ഷൻ ആണല്ലോ യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ അത് കേട്ടിട്ട് അങ്ങനെ പറയാൻ തുടങ്ങിയതാ. പിന്നെ അച്ഛനും ഹിന്ദി അത്യാവശ്യം നല്ലപോലെ സംസാരിക്കും, അമ്മയും നല്ലപോലെ സംസാരിക്കും. കാരണം അച്ഛൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഡിഫൻസിലായിരുന്നു. അപ്പോൾ എല്ലാ 5 വർഷം ട്രാൻസ്ഫർ കിട്ടി അച്ഛനും ഹിന്ദി, അച്ഛന് കുറെ ലാംഗ്വേജസ് അറിയാം. അപ്പൊ അങ്ങനെ, പക്ഷെ ഞാൻ അല്ലാണ്ട് പഠിച്ചതാ. പിന്നെ സീരിയൽസ് കണ്ടിട്ട് പിന്നെ ഹിന്ദി പാട്ട് കുഞ്ഞുനാള് മുതലേ പാടാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അയച്ചു കൊടുത്തു ഇതിന്റെ ഓഡിഷന് പോയി? അല്ല, അവരിങ്ങോട്ട് ചോദിച്ചു വരുവോന്ന്. അപ്പൊ അങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ അവർ അടുത്തേലേക്ക് വന്നോളാൻ പറഞ്ഞു. മുംബൈയിൽ പോയി. അപ്പൊ ഫസ്റ്റ് ഓഡീഷന് നായികയാണ് പാടിയ കണ്ണാളന്, അതിന്റെ ഹിന്ദി. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഓഡീഷന് പോയി ടോപ്പ് 15-ലെത്തി. അന്ന് ആ ടോപ്പ് 15 കിട്ടിന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു മോള് മാത്രമാണ് പോയത്. അല്ലല്ല, ഞങ്ങൾ 4 പേരായിരുന്നു. ഞാനും മിയക്കുട്ടി, അവിർഭവ് ഉണ്ടായിരുന്നു, പിന്നെ ദേവനശ്രീയ. ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പൊ നമുക്ക് 4 പേർക്കും കിട്ടിന്ന് പറഞ്ഞപ്പോഴും ഒരു സന്തോഷമായിരുന്നു. പിന്നെ അങ്ങനെ പാട്ട് പാടി, എനിക്ക് തോന്നുന്നു 7 or 8 പാട്ടെന്തോ പാടി. അപ്പൊ മമ്മിക്ക് വയ്യായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പൊ അമ്മയ്ക്ക് പോണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ അവിടെ തന്നെ ഇടാനും പറ്റില്ല. അപ്പൊ അവിടെ ഒന്നാമത്തെ കാര്യം അവിടുത്തെ എങ്ങനെയാന്ന് വെച്ചാ ഒരാഴ്ചയില് 3 ദിവസം ഗ്രൂമിങ്, 2 ദിവസം ഷൂട്ട്, അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് ആണ്. 2 ദിവസം ഷൂട്ട്? അല്ലല്ല, 3 ദിവസം. അതായത് ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് പാട്ട് ഓപ്ഷൻസ് തരും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഫൈനലൈസ് ചെയ്യും. പിന്നെ ഒരു ഗ്രൂമിങ് ഉണ്ടാവും. പിന്നെ ഒരു ടെക്നിക്കൽ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷൂട്ട് ഉണ്ടാവും. പിന്നെ മെയിൻ ഷൂട്ട്. അപ്പൊ ബാക്ക് ടു ബാക്ക് ആയിരുന്നോണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് വരാനും പറ്റില്ല. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോ നമുക്ക് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ ഒരു 10-5 ദിവസം ബ്രേക്ക് കിട്ടും. അപ്പൊ അവിടെ അതില്ലാത്തോണ്ട് തന്നെ എന്നെ പിന്നെ അവിടെ നിർത്താനും വേറെ ആരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ? ഈ പാട്ടുകളൊക്കെ അതും എങ്ങനെയാ ഇങ്ങനെ കാണാതെ എങ്ങനെ പഠിച്ചത്? ഹിന്ദി സോങ്സ് മലയാളം പോലും കൂടെ അല്ലല്ലോ. എനിക്ക് ഹിന്ദി പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ്. അപ്പൊ അങ്ങനെ കേട്ട് പഠിക്കും. ഹിന്ദി പാട്ട് പിന്നെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഹിന്ദി സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്. സബ്ജക്ട് ഇപ്പൊ എഴുതാൻ കുറെ ഉള്ളത് കൊണ്ട് മാത്രമുള്ളൂ എനിക്ക് ഇഷ്ടമല്ലാത്ത. ഇന്ത്യയിലെടുത്തേക്ക് ലാംഗ്വേജ് അല്ല, നമുക്ക് ഇപ്പൊ ലാംഗ്വേജ് ഇല്ല. പക്ഷെ ഇനിയിപ്പോ CBSE പുതിയ റൂള് വന്നല്ലോ, ഹിന്ദി മെയിൻ സബ്ജക്ട് ആക്കണം. കുഴപ്പമില്ല, ഹിന്ദി ഇത്രയും നന്നായിട്ട് പാട്ട് പോലെ പഠിച്ചാൽ മതി. പക്ഷെ അത് എഴുതാൻ ബുദ്ധിമുട്ട്. എനിക്ക് എഴുതാൻ ഭയങ്കര മടിയാ. സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിലും എഴുതാൻ ഭയങ്കര മടിയാ. നമ്മുടെ സ്കൂളിൽ 10th വരെ ഉള്ളൂ ലാംഗ്വേജ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഈ ഡിക്ഷനൊക്കെ അവിടെ കറക്റ്റ് ചെയ്യാനൊക്കെ അവിടെ ഗ്രൂമേഴ്സ് കറക്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കേട്ട് അതിൻ്റെ അകത്തുള്ള പോലെ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കും. പിന്നെ ഡിക്ഷന്റെ അങ്ങനെ വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ആ ഫീലൊക്കെ കൊടുക്കണതൊക്കെ എങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അത് കേട്ടിട്ട് അവരും പറഞ്ഞുതരും. പിന്നെ പറഞ്ഞ പോലെ മമ്മീനെ കേൾപ്പിക്കും, അമ്മയെ കേൾപ്പിക്കും. അപ്പൊ അമ്മയും മമ്മിയൊക്കെ പറഞ്ഞു തരും ഇങ്ങനെയാണ്. അവിടെ കുറച്ചുകൂടെ എങ്ങനെയാ തന്നെ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നോക്കിയിട്ട് പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു. ഇല്ല, അവിടെ ഉള്ളപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ അവര് നമുക്ക് പാട്ട് തരും. അവര് തരണം, നമുക്ക് ചോയ്സ് ഇല്ല. ഇല്ല. ഫസ്റ്റ് ഓഡീഷന് നമുക്ക് ചോയ്സ് ഉണ്ട്. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് തരിക ചെയ്യാം. ഈ സ്റ്റാർസിനൊക്കെ കാണാൻ പറ്റിയിരുന്നു ഹിന്ദി ഫിലിം സ്റ്റാർസിനെ? ഹിന്ദിയിൽ അങ്ങനെ വലിയതായിട്ട് ഞാനുള്ള സമയം വരെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. നേഹ മാമിനെ കണ്ടു. പിന്നെ മറ്റേ അനുരാധ പദ്വാൽ മാം, പിന്നെ ആനന്ദ്ജി സാറിനെ കണ്ടു. പിന്നെ മറ്റേ പ്യാരേലാൽ ജിനെ കണ്ടു. അഭിജിത് ഭട്ടാചാര്യ ആ സാറിനെ കണ്ടു. വിദ്യാബാലനെ കണ്ടു. വിദ്യാബാലനെ കണ്ടു.
അത്രേ ഉള്ളൂ. ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കമന്റ് ഒക്കെ ഏതായിരുന്നു അന്നത്തെ ജഡ്ജസ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഏത് പാട്ടിനാ ഏറ്റവും നല്ല അപ്രിസിയേഷൻ കിട്ടിയ സോങ് ഏതായിരുന്നു? ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഓഡീഷന്റെ 2 പാട്ടിനും എല്ലാ പാട്ടിനും പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ സൗണ്ട് മറ്റേ തേനിങ്ങനെ ഒഴുകണ പോലത്തെ സൗണ്ടാണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ണാളിനെ അല്ലേ പാടിയത്? കേനയ്ക്ക അതിന്റെ കേനാക്ക ഹിന്ദി. നമുക്കതിരുന്നാലും ഒരു अरमान ऐसे दिल में खिले जिनको कभी मैं न जानूं, वो हमसे हम उनसे कभी ना मिले, कैसे मिले दिल न जानूं, अब क्या करे क्या नाम ले, कैसे उन्हें मैं पुकारूं, कहना ही क्या. ചിത്ര ചേച്ചിനെ കണ്ടിട്ടുണ്ടോ? ചിത്ര ചേച്ചിനെ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒന്ന് 4 വയസ്സുള്ള സമയത്ത് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഫോട്ടോ എടുത്തതാണ്, പിന്നെ കണ്ടിട്ടില്ല. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴേലും ചിത്രാന്റിയുടെ മുന്നിൽ ഒന്ന് പാടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അത് ചിത്ര ചേച്ചിക്ക് അറിയാറുന്നല്ലേ പാട്ടൊക്കെ പാടുന്ന കുട്ടിയാണ്. ഇതിന് പാട്ട് പാടി കൊടുത്തിരുന്നോ? അതെനിക്ക് ഓർമ്മയില്ല. സ്കൂളിലൊക്കെ എങ്ങനെ പോകുന്നു? സ്കൂളിലെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പാട്ടിനാണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഇതുവരെ പഠിത്തത്തിനൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പഠിപ്പിസ്റ്റാണ്. പഠിപ്പിസ്റ്റ് സബ്ജക്ട് ഏതാ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ മാത്സ് ആണ്. അങ്ങനെയൊന്നും ചോദിക്കണ്ട. മാത്സ് ആണ്, പക്ഷെ മാത്സ് ആണ് ഫേവറേറ്റ് സബ്ജക്ട്. ആഹാ, അപ്പൊ നല്ല ഇന്റലിജന്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ചില്ല. പിന്നെ മാത്സ് കഴിഞ്ഞാ പിന്നെ കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ആവണമെന്ന് ആഗ്രഹം വലുതായി കഴിഞ്ഞാ? ഇപ്പൊ നേരത്തെ ഡോക്ടർ ആവണം എന്നായിരുന്നു, പക്ഷെ എനിക്ക് ബയോളജി പഠിച്ചതോടെ എല്ലാം മതി. അന്ന് ബയോളജി അത്ര അറിയില്ലായിരുന്നു. ഇല്ല. അന്ന് ഞാൻ എപ്പോഴാ 6th മുതലാണ് നമുക്ക് ബയോളജി എടുത്തു തുടങ്ങി. അപ്പൊ അന്നത്തോടെ പക്ഷെ ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ഇയർ കൂടുന്നവരും. പിന്നെ എനിക്ക് ഫിസിക്സ് ഇഷ്ടമല്ല. ഫിസിക്സ് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ. ഇപ്പൊ കറന്റ്ലി എന്താണ് ആഗ്രഹം? പണ്ട് ഡോക്ടർ ആയിരുന്നു, ഈ ഇന്റർവ്യൂല് സിംഗർ തന്നെ, പ്ലേ ബാക്കിലോട്ട് തന്നെയാണ്. പിന്നെ പതുക്കെ സമയം വരുന്ന പോലെ നമുക്ക് എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള സിംഗർ തന്നെയാണ്. പിന്നെ സൈഡിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു പോവാം. മറ്റേ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പാടാനൊക്കെ പറയോ? എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും പണി എന്നെ കൊണ്ടിട്ട് പാട്ട് പഠിപ്പിക്കാന്നുള്ളത്. ടൂറിനൊക്കെ പോകും, ഞങ്ങള് സ്കൂൾ ടൂറിന് പോകുമ്പോ ഞങ്ങളുടെ പരിപാടി ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരിക്കുക, പാട്ട് പാടുക. എന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും എന്റെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് കാറ്റായിരിക്കും. നമ്മൾ ഈ കോമ്പറ്റീഷന് പോവാണെങ്കിലും എനിക്ക് കോമ്പറ്റീഷന് പോകുമ്പോ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്, സീനിയേഴ്സും ഉണ്ട്. അപ്പൊ സീനിയേഴ്സ്, ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും ഭയങ്കര വൈബാണ്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ബസ്സിന്റെ ബാക്കി ഇരുന്ന് പാടി. ഏത് പാട്ടാ പഠിപ്പിക്കുക? പുതിയ പാട്ടുകൾ, പുതിയ നമുക്ക് എല്ലാവർക്കും കൂടുതലും അങ്ങനെ പുതിയ പാട്ട്, കൂടുതൽ ഈ അന്താക്ഷരി കളിച്ച് അങ്ങനെ പാടലാണ്. പഴയ പാട്ടും പാടും, പുതിയ പാട്ടും പാടും. പുതിയ ഏത് പാട്ടാ പഠിപ്പിക്കാറ്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഉള്ള പാട്ടുകളാണോ? ഹിന്ദിയാണോ? ഈ മലയാളമാണോ? ഹിന്ദി. മലയാളം ആണെങ്കിലും കൂടുതൽ എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ള ആരാധികയാണ്. പിന്നെ ഹിന്ദിയില് മറ്റേ ഓൾമോസ്റ്റ് എല്ലാം പഠിപ്പിക്കും. ഹിന്ദി പിന്നെ കൂടുതൽ എനിക്കറിയാവുന്ന ഹിന്ദിയാ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഹിന്ദി പഠിപ്പിക്കും. തമിഴാണ് ഇപ്പൊ അവര് പറയണ പാട്ട് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പാടിക്കൊടുക്കും, ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന പാട്ട്. ക്ലാസ്സിലെ ടീച്ചറും പഠിപ്പിക്കാറുണ്ടോ? ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ ഫുൾ പഠിപ്പിക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ. ഏതാ ഇഷ്ടം? ഹോംവർക്ക് ചെയ്യാനാണോ പ്രാക്ടീസ് ചെയ്യാനാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഹോംവർക്ക് ചെയ്യാൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പാട്ട് പ്രാക്ടീസ് ചെയ്യാനോ? പാട്ട് ആക്ച്വലി പ്രാക്ടീസ് ചെയ്യലൊക്കെ അത് സ്ഥിരമാണ്. ഇപ്പൊ
കഴിഞ്ഞ വർഷം വരെ സ്കൂളിൽ പോണതിന് മുന്നേ ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് ഒന്ന് നിർത്തിയിട്ടേക്കുക, അതിന് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഏത് സമയത്താ പ്രാക്ടീസ് ചെയ്യാ? രാവിലെയാണോ നൈറ്റ്? സ്കൂളിൽ പോകുമ്പോ രാവിലെ മോർണിംഗ് ചെയ്തിട്ട് അങ്ങോട്ട് അതൊരു ഹോംവർക്ക് പോലെ ചെയ്ത് അങ്ങനെ സ്കൂളിൽ പോകും. ഇല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴെങ്കിലും. പിന്നെ പിന്നെ ഞാൻ എഴുന്നേക്കുന്നൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ വെക്കേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പാടാനൊക്കെ പറയും. പക്ഷെ ഞാൻ എന്തേലുമൊക്കെ പണി കാരണം മറന്നു. എന്തത്ര പണിയുള്ളത് വീട്ടില്? ഫോണിൽ കുത്തല്ല. ഫോണിൽ കുത്തല്ല. അതിന് അമ്മയുടെ നല്ല ചീത്ത കേൾക്കാൻ ചാൻസ്. ചീത്ത കേൾക്കും, എല്ലാ ദിവസവും കേൾക്കും. അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അമ്മ അടുത്തിരിക്കുന്നുണ്ടേ. ചെയ്യാറില്ലേ? എങ്ങനെ കുക്കിങ്ങിലാണോ ക്ലീനിങ്ങിലാണോ? ക്ലീനിങ് എനിക്ക് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ വൃത്തിയാക്കി വെക്കും. പക്ഷെ ഞാനിപ്പോ എന്തെങ്കിലും വരയ്ക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ ചുറ്റിനും എല്ലാം ഭയങ്കര എല്ലാം വാരിക്കുട്ടി എന്നിട്ട് ഞാൻ അമ്മയുടെ വഴക്കൊക്കെ കേട്ടിട്ട് എല്ലാം അടുക്കി വെക്കുള്ളൂ. എനിക്ക് പിന്നെ പൊതുവുള്ളൊരു ചീത്ത സ്വഭാവമാണ്. ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കില്ല. അപ്പൊ അതിന് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. പിന്നെ അല്ലാണ്ട് കുക്കിംഗ് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? പനീർ കൊണ്ട് ഉണ്ടാക്കിയ എന്തും ഞാൻ തിന്നും. ആണോ? പനീർ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ മോരുകറിയും ചേറും, തൈര്, ഐസ്ക്രീം. അത് പറഞ്ഞില്ല, ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം എപ്പോ തന്നാലും എനിക്ക് ഓക്കെയാണ്. പിന്നെ നോൺ വെജില് ചിക്കൻ. അപ്പൊ ഈ അതർ ദാൻ പാട്ട് അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? ഇപ്പം ഡ്രോയിങ് ഭയങ്കര വലിയൊരു ഹോബിയാണ്. പിന്നെ ഡാൻസ് ഒക്കെ ഇല്ല, ഡാൻസിനോട് അങ്ങനെ വലിയതായിട്ട് ഇതില്ല. ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും? ഇൻസ്ട്രുമെന്റ്സ് ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെ ഗിറ്റാർ വായിക്കുന്ന ജോസ് അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ജോസ് അങ്കിൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഓഗസ്റ്റില് പെട്ടെന്ന് മരിച്ചു. ഇപ്പൊ അന്നേരം അത് പിന്നെ ബ്രേക്കായി. പിന്നെ ഇതുവരെ വേറെ ഒന്നും ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഈ വരയ്ക്കാൻ നല്ല പേഷ്യൻസ് വേണല്ലോ അല്ലേ? ഏതൊക്കെ ടൈപ്പ് ഓഫ് മ്യൂറൽ പെയിന്റ്സ് ആണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സംഭവമൊന്നുമില്ല. എനിക്ക് വരയ്ക്കാൻ മൂഡ് വേണം, എന്നാലും ഞാൻ വരയ്ക്കും. വീട്ടില് ഞാൻ ലോക്ക്ഡൌണിന്റെ സമയത്ത് വെങ്കടേശ്വരന്റെ വരച്ചതുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ശിവന്റെ ഒരെണ്ണം, മറ്റേ ആദിയോഗിയുടെ ആ സംഭവം വരച്ചത്. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തേലുമൊക്കെ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്റെ സ്ഥിരം പരിപാടി എന്തേലുമൊക്കെ വരച്ച്. അപ്പൊ ഈ വര ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് ബയോളജിയിലേക്ക് നല്ല ബയോളജിയിൽ വരയ്ക്കാൻ എനിക്ക് ഹാർട്ട് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബയോളജി സബ്ജക്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? സബ്ജക്ട് എനിക്ക് ഈ ചില ടേംസ്, ഈ കീവേഡ്സ് ഉണ്ടല്ലോ, ഞാൻ അതൊന്നും അല്ലാണ്ട് വേറെ എന്തേലുമൊക്കെ ഇട്ടും എഴുതും. ഈ ചില സമയത്ത് ഞാൻ അമ്മ എന്നോട് പഠിക്കാൻ പറയും. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, അതും കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൽ കുത്തി കളിക്കും. അപ്പൊ ആ സമയത്ത് എന്നാ ശരി ഞാൻ എന്തേലുമൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അമ്മ ചോദിക്കാൻ ബുക്ക് എടുക്കുമ്പോ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എന്തേലുമൊക്കെ ഇട്ട് പറയും, പക്ഷെ കീവേഡ്സ് ഉണ്ടാവില്ല. ഈ കീവേഡ്സ് പാട്ട് പോലെ അങ്ങോട്ട് ട്യൂൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലേ കയറും. പക്ഷെ എനിക്ക് എങ്ങനെ നോക്കിയിട്ട് അത് നടക്കുന്നില്ലായിരുന്നു. പിന്നെ അവസാനം എന്തേലുമൊക്കെ ആ കീവേഡ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തേലുമൊക്കെ എഴുതി മാർക്ക് വാങ്ങും. അതെങ്ങനെയൊക്കെ വാങ്ങും. പിന്നെ ഇപ്പോ നമ്മള് നല്ലപോലെ പഠിച്ചിട്ട് പോയാലും ചില സമയത്ത് നമുക്ക് കഴിഞ്ഞതിന് മുന്നത്തെ എക്സാമിന് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു, കറക്കി കുത്തി എഴുതിയതാ, മാർക്ക് കിട്ടി. അങ്ങനെയൊക്കെ ചില സമയത്ത്. ഇപ്പൊ ഈ അമ്പലത്തിൽ പാടുന്ന സമയത്തേ നമ്മൾ അവിടെ ഉണ്ടാവാറുണ്ടായിട്ടുണ്ടോ എപ്പോഴേലും മോളുടെ പാട്ട് കേട്ടിട്ട് അമ്പലത്തിൽ? ഇല്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ കേൾക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല, എപ്പോഴേലും നടക്കുമായിരിക്കും. നമുക്കിനി പ്ലേ ബാക്കിങ്ങിലോട്ട് വരാം. അപ്പൊ മോളിപ്പോ MG സാറിന്റെ കൂടെയാണ് ഒരു MG സാർ എന്നെ ആദ്യമായിട്ട് ആദ്യാക്ഷരം എന്ന് പറഞ്ഞിട്ട് ചാച്ചാജി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പഠിപ്പിച്ചു. സാർ തന്നെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പൊ അതില് പാടാൻ പറ്റി. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടൊരു തെലുഗു ഫിലിമാണ് ഒറിജിനൽ, അതിന്റെ മലയാളം വേർഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്, അനുദീപ് ദേവ് സാറിന്റെ പാട്ട്. AR റഹ്മാൻ സാറിന്റെ കൂടെ എനിക്കൊരു സ്റ്റേജ് എങ്കിലും ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവമാണ്. അതെല്ലാം നടക്കും, മാനിഫെസ്റ്റ് ചെയ്തോണ്ടിങ്ങനെ. മോഹേ രംഗ് ദോലാ മോഹേ